ഇതെന്നാ അമ്മ വറക്കുന്നേ? ഇത് നല്ല അയല മീൻ, നല്ല മീൻ വറുത്തതിന്റെ മണം വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ. ഇതെവിടെ കിട്ടി അയല? ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം DMC കിട്ടിയതല്ലേ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അയല കണ്ടപ്പം അല്ലേ, ഇടയ്ക്കിടയ്ക്ക് കിട്ടും കേട്ടോ. എപ്പോഴൊന്നും വരികയല്ല, വല്ലപ്പോഴേ വരുള്ളൂ. കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഇത് കിട്ടുന്നത്. അതെ അതെ അതെ. എല്ലാ രുചിയൊന്നും അറിയാമോ ഇതിലല്ലേ? നമ്മുടെ നാട്ടിലെ അയലയുടെ അതേ ടേസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് നാട്ടിലെ അയലക്ക് ഇതിലും രുചി കുറവാന്നായിരിക്കും. ഇതാരാ? ചാച്ചനോ? ചാച്ചൻ മണം കേട്ട് വരാനാരോ? പൂച്ചയാ. ഇവിടുത്തെ പൂച്ച വേറെ ആളായിരുന്നു. അതെ അതെ, ഇവിടുത്തെ പൂച്ച വരുന്നേ ഉള്ളൂ. പൂച്ച ഡ്യൂട്ടിക്ക് പോയേക്കാണ് കേട്ടോ. നമ്മുടെ നിമിഷ ഡ്യൂട്ടിക്ക് കയറിയേക്കാണ്. ഇപ്പൊ വരാറായല്ലോ അമ്മ. 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരേണ്ടതാണ്. അന്നേരം നാളെ ഓണപരിപാടി ഉണ്ട്, അതിന് പാട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിന് കൂട്ടുകാരുടെ അടുത്ത് കയറിയേക്കുക. ഞങ്ങളുടെ ഇവിടുത്തെ ഓണാഘോഷം നാളെയാണ് കേട്ടോ. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അല്ലേ, നമ്മുടെ ഇവിടുത്തെ ഡബ്ബോയിലെ കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷം നാളെയാണ് കേട്ടോ. അപ്പൊ നാളെ നിമിഷയ്ക്ക് പാട്ടുണ്ടല്ലേ, ഗ്രൂപ്പ് സോങ്ങോ എന്തൊക്കെ സോങ്സ് ഒക്കെ പ്രാക്ടീസിങ് പരിപാടികളൊക്കെ ആണ് കേട്ടോ. അതുകൊണ്ട് അവളെ ഡ്യൂട്ടി കഴിഞ്ഞ് മിക്കവാറും നേരെ അങ്ങോട്ടേക്ക് പോകുമായിരിക്കും. അങ്ങോട്ടേ പോകുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് വന്നാൽ മതി, ഇവിടെ വന്നു കഴിഞ്ഞ് രാത്രിയിൽ അങ്ങോട്ട് പോകണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഇതേ സുന്ദരിക്കുട്ടി, ഞങ്ങളുടെ സുന്ദരിക്കുട്ടി, ഞങ്ങളുടെ സുന്ദരിക്കുട്ടിയാണല്ലോ ഇത്. മിരക്കുട്ട ഹലോ. ഇപ്പൊ എല്ലാരും വഴക്കൂടല്ലോ. റീബൂട്ടിനെ ഉറങ്ങിപ്പോയി കേട്ടോ. റീബൂട്ടിനെ ഉറങ്ങി. കഴിഞ്ഞ വീഡിയോ റീബൂട്ടിനെ കാണിക്കാത്ത ഒരുപാട് അവനിപ്പോ ഏറ്റവും വരും കേട്ടോ. ഒത്തിരി നേരം ഒന്നും ഉറങ്ങൂല, കുറച്ചു നേരം ഉറങ്ങൂല. അല്ലെ ഒത്തിരി ഞങ്ങൾ ഉറക്കൂല, കാരണം ഇനി ഫുഡ് കൊടുത്തിട്ട് വേണം നമുക്ക് ഉറക്കാനാ. അവൻ പൂച്ചോർക്കത്തിന്റെ ഉസ്താദാണ് കേട്ടോ. 10 മിനിറ്റ് 15 മിനിറ്റ് ഉറങ്ങിയാലുള്ളതായി. എന്നാലും എനിക്ക് അയല വേറെ സംഭവം ഉണ്ട് കേട്ടോ. അമ്മ അയല കറിയും കൂടെ വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല തേങ്ങ അരച്ച മീൻകറിയല്ലേ. ഇത് ചൂടാക്കണ്ടേ അമ്മേ? അത് ചൂടാക്കണ്ടേ, ഇത് വെച്ചതേ ഉള്ളൂ അല്ലേ. രാവിലെ വെച്ച മീൻ ഫ്രഷ് മീനാണ് കേട്ടോ. നീ 2 എണ്ണം ഉള്ളോന്ന് ചോദിച്ചില്ലേ? 2 എണ്ണം അല്ല കേട്ടോ. ഉച്ചക്ക് 2 എണ്ണം ഉണ്ടാക്കി തിന്ന് വറുത്ത് നിന്ന് നീ മറന്നുപോയോ? ഞാൻ ചെറുതായിട്ട് ഓർക്കുന്നു. 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ചാച്ചനും അവന് ഉച്ചയ്ക്ക് ഓരോന്ന് വറുത്ത് കൊടുത്തതാണ്. വൈകിട്ട് ചാച്ചന് വേണ്ടാന്ന് പറഞ്ഞു. ചോറല്ലേ അച്ഛനുണ്ട്, അച്ഛൻ ബ്രെഡ് കഴിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നിനക്കും നിമിഷയ്ക്കുള്ളത്. എനിക്ക് പിന്നെ വേണ്ടല്ലോ. അമ്മയ്ക്ക് വേണ്ട, അമ്മയ്ക്ക് മീൻ ഇഷ്ടമല്ല കേട്ടോ. അമ്മ മീൻ കഴിക്കത്തില്ല. ഉള്ളി ഉണക്കമീൻ അല്ലേ? ഉണക്കമീൻ വല്ലപ്പോഴും, എല്ലാ ഉണക്കമീനൊന്നും കൂട്ടിയല്ല, ചില ഉണക്കമീൻ. ചാച്ചൻ പിന്നെ എല്ലാ മീനൊക്കെ കഴിക്കില്ല. അച്ഛാ എന്നാണ് അച്ഛാ? തണുപ്പുണ്ടെന്ന് തോന്നുന്നല്ലേ? ചെറിയൊരു കാറ്റുണ്ട് കേട്ടോ. എന്നാണല്ലോ ഇതേ അമ്മ മീൻ പൊരിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ നമുക്ക് വേഗം ചെറിയൊരു ക്യൂആർഡ എടുക്കാം നമുക്ക്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മളോട് കുറച്ച് ആൾക്കാർ കുറച്ച് നാളായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി നമ്മൾ ഇന്ന് പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്തില്ലല്ലോ. എല്ലാവർക്കും അപ്പൊ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ചാട്ടമാണ് മെയിൻ കേട്ടോ. ഞാനിങ്ങനെ ഈ സോഫയിൽ ഒന്ന് കിടക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അമ്മ, എന്റെ നെഞ്ചത്തേക്ക് ഒന്ന് അവള് ചാടും. അത് വയറെ കയറി നിൽക്കും. നിന്റേതല്ല, എല്ലാവരുടെയും അങ്ങനെയാ ആണല്ലേ. ഒരൊറ്റ ചാട്ടമാണേ. കളി എന്ന് പറഞ്ഞ കളിയാ ഇപ്പൊ കുസൃതി ഡ്രാമ ക്യൂനായി മാറിക്കൊണ്ടിരിക്കുക കേട്ടോ മിറക്കൂട്ടൻ. അല്ല മിറക്കൂട്ടാ, ഇപ്പൊ അമ്മ വരുമല്ലോ മിറയുടെ. ഹായ് അമ്മ വരുമല്ലോ. വിട്ടുപോയി. എവിടെ പോ? ഇപ്പൊ വരില്ല, അമ്മ വരുമ്പോ കാണിച്ചു തരാം കേട്ടോ. നിമിഷം വേഗം വാന്ന് പറ. അപ്പൊ അമ്മ നമുക്ക് ഒരു Q&Aയിലേക്ക് കടന്നാലോ അമ്മ? കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളോട് കുറച്ച് നാളായിട്ട് ആൾക്കാർ റെഗുലറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മിറക്കട്ട നമുക്ക് Q&A നടത്താം. യാന്ന് പറ. യാ കണ്ടോ, തംസപ്പ് കിട്ടിയിട്ട് മിറക്കട്ടൻ പറയത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമ്മ തുടങ്ങട്ടെ? എളുപ്പമുള്ളത്. ഇതെന്താ മറ്റേ കോടീശ്വര പരിപാടിയാണോ? അമ്മയ്ക്ക് സമ്മാനം ഒന്നുമില്ല കേട്ടോ. അത് പരീക്ഷയ്ക്കൊക്കെ അങ്ങനെ ചോദിച്ചേ അങ്ങനെ ആയി പോയി. എളുപ്പമുള്ളത് ചോദിക്കണേ. ഫസ്റ്റ് ചോദ്യം അമ്മ എളുപ്പമുള്ള. അത്രയും സ്ഥലമില്ല, നിങ്ങൾക്കൊരു 10 മൂട് കപ്പയും എന്താ പറയുക 10 ചൂട് ഏത്തവാഴയും കൃഷി ചെയ്ത അവിടെ എന്നോട് നമ്മളോട് ഒരാൾ ചോദിച്ചിരിക്കുന്ന ആലീസ് ജോസഫ് ആണ് കേട്ടോ. അമ്മ ഇവിടുത്തെ സത്യാവസ്ഥ പറഞ്ഞു. അതെ ഞാനും വായിച്ചായിരുന്നു കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചതാണ്. പക്ഷേ ഒരു രീതിയിലും നമുക്ക് ഇവിടെ ഒന്നും പറ്റില്ല കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ അതിന് അനുയോജ്യമല്ല. വാഴയൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ വളരെ വാഴ കൊണ്ടൊന്നും പ്രയോജനമൊന്നുമില്ല. കൊല കിട്ടാനും പാടാണ്. കൊലയൊന്നും കിട്ടിയല്ല, പിന്നെ നമുക്ക് ഇലയും കിട്ടിയില്ല. ഇല നമുക്ക് ഇവിടെ ഭയങ്കര കാറ്റല്ലേ, ഇല എല്ലാം കീറി ഇലയെല്ലാം നമ്മുടെ ചെലന്തുവല പോലെയായി. അതെ പിന്നെ വാഴ ഉണ്ടെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു ആശ്വാസത്തിന് വേണ്ടി മാത്രം വേണമെങ്കിൽ വാഴയുള്ള അവിടെ അടുത്തൊരാളുണ്ട് കേട്ടോ വാഴയുള്ളത്, അങ്ങനെ ഉണ്ടെന്ന് പറയാം. അല്ലാതെ വേറെ ഒന്നും നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റിയല്ല. അത് കൊല ആവണമെങ്കിൽ ഭാഗ്യം വേണം. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊല കിട്ടും. അത് വലിയ കൊലയൊന്നും അല്ലടാ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ചെറിയ കുഞ്ഞു കൊല. അതെ കൊലയ്ക്ക് തന്നെ നാണാവും കേട്ടോ ആ കൊല കണ്ടിട്ടുണ്ടെങ്കിൽ. ക്യൂൻസിലിന്റെ ഓസ്ട്രേലിയ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ക്യൂൻസിലിന്റെ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് എല്ലാ സാധനവും കൃഷി ചെയ്യാം. ഇത് നമ്മുടെ കേരളം പോലെയൊക്കെയാ പറയുന്നത്. കാലാവസ്ഥ അതെ, പിന്നെ
ചക്കയുണ്ട്, ഏത്തവാഴക്കയുണ്ട്. നമ്മുടെ ഓസ്ട്രേലിയ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല എല്ലാ സാധനങ്ങളും നമുക്ക് കൃഷി കണ്ട ചക്ക, മാങ്ങ, തേങ്ങ അല്ലേ, എല്ലാം ഉണ്ടെന്ന് എല്ലാം ഉണ്ട്. ഇവിടെ പക്ഷെ പറ്റത്തില്ല, തണുപ്പുള്ള സ്ഥലം. ഇവിടെ ഞങ്ങളൊരു കറിവേപ്പ് തന്നെ പിടിപ്പിക്കാൻ പെടുന്ന പാട് നമുക്കറിയാലോ. അങ്ങോട്ടും വെച്ച് ഇങ്ങോട്ടും വെച്ച് ഒക്കെ ഞങ്ങൾ ചട്ടി തന്നെ പുറത്ത് ഞങ്ങൾ ഇറക്കി വെച്ച് ഞങ്ങളുടെ റിസ്ക് ഞങ്ങൾക്ക് ശരിയാക്കി എടുക്കാന്ന് ഓർത്ത്. പക്ഷെ അത് നടന്നില്ല, അത് കരിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ ചട്ടി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെച്ച് അകത്തും പുറത്തും ഒക്കെ വെച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലമ്മ. അടുത്ത ചോദ്യം അമ്മ ആശ ജോസഫാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മ ഈസ് റിയൽ ജെന്യൂൻ ഇൻഫ്ലുവൻസർ. വി ഗെറ്റ് എ ലോട്ട് ടു ലേൺ ഫ്രം ഹർ. Nowadays I am addicted to your videos. Amma is a self-made, very talented lady. ഉഫ്, അമ്മയ്ക്ക് ഭയങ്കര ഇതാണല്ലോ, നല്ല കോംപ്ലിമെന്റ് ആണല്ലോ അമ്മ. ആശാസപ്പന് ഒരുപാട് നന്ദി കേട്ടോ. താങ്ക് യു ആശ. താങ്ക് യു. സത്യമാണ് കേട്ടോ അല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അമ്മ അടുത്ത ചോദ്യം അമൃത അമ്മുവാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നിമിഷ ചേച്ചിയുടെ ഫേസിൽ നല്ല ക്ഷീണമുണ്ടല്ലോ. ഹലോ ചേച്ചി. നിമിഷയുടെ ഫാനാണ് കേട്ടോ. അമൃത അമ്മു. അവർക്ക് ക്ഷീണം ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല ക്ഷീണം ഉണ്ടെന്ന്. ആണോ? ഉണ്ടോ? നമുക്കൊന്നും ക്ഷീണം വരാൻ മാത്രം പോയി തുടങ്ങിയില്ലല്ലോ. ഇല്ല, 2 ഡ്യൂട്ടി ആയുള്ളൂ. പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. അറിയത്തില്ല. അതെ അതെ അതെ, അത് അന്നേരത്തെ ഇതുപോലെയൊക്കെ ഇരിക്കും. അല്ലാതെ അത് ഞാനും കുറെ പേര് കണ്ടു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നിമിഷയ്ക്ക് മൂടില്ല, നിമിഷം അങ്ങനെ മൂടില്ലായിരിക്കും. നിമിഷ അമ്മ ഉടക്കാണോ അങ്ങനെ ചോദിച്ചോടാ? അങ്ങനെ ഞാൻ ഒന്ന് ജസ്റ്റ് അങ്ങനെ ആരും ചോദിക്കാനായിട്ട് ഞാൻ ചോദിച്ചെന്നു. അങ്ങനെയൊന്നും ആരും ചോദിക്കില്ല. എല്ലാവർക്കും അറിയാം അങ്ങനെയൊന്നും നടക്കില്ല എന്നുള്ള കാര്യം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ആ നിമിഷം യാതൊരു പ്രശ്നമില്ലായിരുന്നു. നിമിഷം തന്നെ ഞെട്ടിപ്പോയി ആ ചോദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ. അയ്യോ എന്നെ മമ്മി എന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നേ, അയ്യോ എന്നാ പറ്റിയെന്ന് പറഞ്ഞ നിമിഷം രണ്ടാമത് വീഡിയോ കാണുന്നത് ഞാൻ കണ്ടു. അല്ലാതെ യാതൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് കുഴപ്പമില്ല, അവർക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അവർക്ക് എന്താ പറയുക, ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയാൽ അവർക്ക് സന്തോഷമുള്ളൂ. പിന്നെ പിള്ളേരെ കാണാൻ പറ്റാതെ ഇരിക്കുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിലുള്ളല്ലോ അമ്മ. ഇപ്പം എൻ്റെ പിള്ളേരെ ഞാൻ എങ്ങനെ ഇട്ടിട്ട് പോകുന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആദ്യം ഡ്യൂട്ടിക്ക് പോകണതിൻ്റെ ഫസ്റ്റ് ദിവസം. അടുത്ത ചോദ്യം ബിന്ദു ജോമോനാണ് ചോദിച്ചിരിക്കുന്നത്. ബിന്ദു ജോബ് മോൻ എന്നാട്ടോ. വീടും പരിസരവും നല്ല സൂപ്പറായിട്ടുണ്ട്. മുന്തിരിവള്ളികൾ കയറി കെട്ടി പന്തലാക്കി കൊടുക്കണമെന്ന്. ഓക്കെ ഓക്കെ, അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. എന്തോ ചെയ്തു നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വലയൊക്കെ കെട്ടി വിട്ടേക്കുന്ന കണ്ടിട്ടുണ്ട്. വലയല്ലായിരിക്കും അല്ലേ, നല്ല വിലയുള്ള പന്തൽ വേണമായിരിക്കും. ഇപ്പോൾ ഇപ്പോഴും വെച്ച് തണുപ്പ് തീർത്തങ്ങ് മാറിയിട്ടില്ല. ഇവിടെ പുറത്തിറങ്ങി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയും കൂടെ ആയി കഴിഞ്ഞാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അത് പറഞ്ഞു താങ്ക്സ് കേട്ടോ. ഒത്തിരി പേര് പറഞ്ഞു നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞങ്ങൾ പന്തൽ കെട്ടുന്നൊക്കെ നിങ്ങളെ കാണിക്കലുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്തിരിയൊക്കെ പറയാം കേട്ടോ. സത്യം. അമ്മ അടുത്ത ചോദ്യം റിനി SS ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൗസു ഞങ്ങളുടെ റീബൂട്ടിനെ എന്താ കാണിക്കാത്തതെന്ന്. ഉറങ്ങി കിടക്കുവാണ് കേട്ടോ. അല്ല, ഇന്ന് ഉറങ്ങി കിടക്കുവാണ്. അന്ന് തന്നെ കാണിക്കാത്തതിനർത്ഥമേ അന്ന് ഉറങ്ങുമായിരിക്കും. സത്യത്തിൽ ഞങ്ങൾ ഇതൊക്കെ എടുക്കാൻ വരുന്ന അവനൊക്കെ ഉറങ്ങും, അല്ലെ ആരെയിലൊക്കെ ഒന്ന് ഉറങ്ങി കഴിയുമ്പോൾ വരാറുള്ളൂ. കാരണം ഞങ്ങൾക്ക് അത്രയും എളുപ്പമുണ്ട്. കാരണം പിള്ളേർ വഴക്കൂടും. ഇതിനിപ്പോൾ കോക്കമ്പലം കാണിച്ചിട്ടാണ് നിർത്തിയത്. കോക്കമ്പലം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിൽക്കത്തില്ല കേട്ടോ അല്ലേ അമ്മേ? അതെ അതെ, ഞങ്ങൾ പറയണതൊന്നും നിങ്ങൾക്കും കേൾക്കാൻ പാടില്ലായിരിക്കും, നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാവട്ടോ, അല്ലാതെ മനഃപൂർവ്വം കാണിക്കാതിരിക്കുന്നൊന്നും അല്ല. സത്യം. അമ്മ അടുത്ത ചോദ്യം ഷാജി സാമാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അവിടെ ഗാർഡൻ ഒക്കെ ക്ലീൻ ചെയ്യാൻ ക്ലീനേഴ്സിനെ കിട്ടത്തില്ലായിരുന്നു. ഇവിടെ കിട്ടുമൊക്കെ ചെയ്യും കേട്ടോ, കിട്ടാതെയൊന്നുമില്ല. പക്ഷേ ഭയങ്കര ചിലവാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, നമുക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ. സത്യം. പുല്ല് വെട്ടാൻ ഇത് നമുക്ക് തന്നെ ചെയ്യാം. ഇവിടുത്തെ ഇങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ ലേബർ ചാർജ് പോലെയല്ല ഇവിടുത്തെ ലേബർ ചാർജ് അല്ലേ. ഇവിടെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. നമ്മളൊന്ന് പുല്ല് വെട്ടിക്കണമെന്നൊക്കെ ആണെങ്കിലും അല്ലേ, അതെ, ഭയങ്കര ചെലവാട്ടോ. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ എന്ത് വേണേലും ചെയ്യാൻ കേട്ടോ. അല്ലെ നമ്മൾ വിളിക്കണ അന്നേരം വരണമെന്നൊന്നുമില്ല കേട്ടോ, നാട്ടിലെ പോലെ അല്ലേ. നമ്മൾ അവരെ ബുക്ക് ചെയ്ത് ഒക്കെ കഴിഞ്ഞാലേ അവർ വരത്തുള്ളൂ. അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ആളെ കേട്ടോ. അതിന്റെ ആവശ്യമില്ല, നമുക്കൊരു ഇച്ചിരി പറമ്പേലുള്ളൂ. ഇതുവരെ നമ്മൾ ചെയ്തില്ല, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നേ. സത്യം. വേറെ അമ്മശ്ശിന് ചവിട്ടല്ലേ വീരക്കൂട്ട, അമ്മശ്ശിന് ചവിട്ടല്ലേ എന്നോ ഒളുത്തി പുറകെയിരുന്ന് കുസൃതി. അമ്മേ അടുത്ത ചോദ്യം മീനാക്ഷിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇളയ മകനെ കാണാൻ കൊതിയില്ലേ ചേച്ചി? കൊതിയിൽ ഇല്ലാതെ ഏതെങ്കിലും അമ്മയ്ക്ക് ഇരിക്കുമോ? കൊതിയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് കൊതി മാത്രമേ ഉള്ളൂ അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് അങ്ങനെ കാണാനൊന്നും പറ്റിയല്ല. നമ്മൾ അങ്ങനെ എല്ലാ പിള്ളേരെയും അങ്ങനെയാണല്ലോ, പിള്ളേരൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ കൊതി ഇല്ലാഞ്ഞിട്ടല്ല. നമ്മൾ കാണാൻ കൊതിയില്ലായിരുന്നു ഓസ്ട്രേലിയ ആയിരുന്നപ്പം. പിന്നെ അതേ പറഞ്ഞ എല്ലാ പിള്ളേരെയും അങ്ങനെയല്ല നമ്മൾ വിടുന്നത്. നമുക്ക് എന്തോരം കൊതി കാണും, നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കാണണമെന്ന് ഓർക്കും. പക്ഷേ അതെല്ലാം ഒന്നും നടക്കണമെന്നൊന്നുമില്ല കേട്ടോ. അതിനുള്ള സമയം സാഹചര്യം ഒന്നും വരാതെ ഒന്നും നടക്കുകയില്ല. പോയവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കട്ടെ. സത്യം. അതെ, നമ്മൾ എപ്പോഴും പഠിച്ചും മിടുക്കനായിട്ട് വരാനാണ് നമുക്ക് ഏറ്റവും നല്ല ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അവിടെ പോവോ അല്ലേ. അവൻ വിളിക്കുകയും സംസാരിക്കുകയും ഞങ്ങൾ വീഡിയോ കോൾ വിളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ.
അവൻ സുഖമായിട്ടിരിക്കുന്നല്ലേ അമ്മ? സുഖമായിട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം മിനി ദാമോദരനാണ് ചോദിച്ചിരിക്കുന്നത്. അവൽ നനയ്ക്കുന്നതിൽ ഉള്ളിയും പാലും ചേർത്ത് കാണുന്നത് ആദ്യമായി കാണുകയാണ്. ജിജിയുടെ കറികളെല്ലാം ഞങ്ങൾ ഉണ്ടാക്കി നോക്കാറുണ്ട്, സൂപ്പർ ആണെന്ന്. താങ്ക് യു. ഉള്ളി ചേർക്കുന്നത് ഒത്തിരി പേർക്ക് പുതിയൊരു അറിവായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളത് ഞാനൊക്കെ ജനിച്ചപ്പോ തൊട്ടേ അങ്ങനെ കഴിക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകതരം സംഭവം തോന്നിയിട്ടില്ല അല്ലേ? അതെ ഞാനും അതെ കേട്ടോ. ഞാനും ഓർമ്മ വെച്ചപ്പോ തൊട്ട് ഞാൻ അങ്ങനെ കാണുന്നു കേട്ടോ. അങ്ങനെ കണ്ടേക്കുന്നത്. പിന്നെ തുള്ളി പാലും ഒക്കെ ഒഴിച്ച് നനയ്ക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നീടാണ് ഇങ്ങനെ അവര് ചൂടാക്കി വറുക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ, അതൊക്കെ പിന്നീട് വന്ന ഇതാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. പരീക്ഷണങ്ങളല്ലേ, ഇമ്പ്രൂവ് ആക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് നോക്കാറുണ്ടല്ലേ. ചൂടാക്കി നനച്ച് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് തിരുമ്മി കുഴക്കൊന്നും ചെയ്യരുത്. പയ്യെ ഉള്ളി മാത്രം തിരുമ്മ, ബാക്കി നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അല്ലേ? അതെ കുറച്ച് ഒന്ന് നമുക്ക് ഒന്ന് ഇളക്കി ചിക്കി ഇട്ടാൽ മതി കേട്ടോ. മതി. അതുപോലെ തന്നെ ഉള്ളിയുടെ ടേസ്റ്റ് വരത്തില്ലെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഉള്ളിയുടെ ടേസ്റ്റ് കയറി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ നിങ്ങൾ അത് ടേസ്റ്റ് വരത്തെന്നല്ല, നിങ്ങൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ. അവല് പിന്നെ നിങ്ങൾ ഉള്ളി ഇട്ട് ഉണ്ടാക്കുള്ളൂ. ഞാൻ ഗ്യാരണ്ടി ആണ് കേട്ടോ. എനിക്ക് അതിൽ സത്യം പറഞ്ഞ അവലെന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടം ഉള്ളി കഴിക്കാനാ. അതുപോലത്തെ ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും അങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ അവൽ നനച്ചതിൻ്റെ വീഡിയോയുടെ ലിങ്ക് പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കണം അല്ലേ? നമ്മളോട് വിവരം പറയണം. തീർച്ചയായിട്ടും. അടുത്ത ചോദ്യം കേട്ടമ്മ. അടുത്ത ചോദ്യം സീതീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അച്ചാച്ചന്റെ ഫേസ് കട്ടാണ് പേരക്കുട്ടിയുള്ളത്. അത് ശരി, തീർച്ചയായിട്ടും അങ്ങനെയാട്ടോ. ഇവൻ ചെറുതായിരുന്നപ്പോൾ ഇതുപോലെ ആയിരുന്നു. പിന്നെ ഇവന്റെ കുഞ്ഞവന് ഇളയ മോന് നമ്മൾ ഐവിൻകുട്ടൻ അവനായിരുന്നപ്പോഴും അവന്റെ ഫേസ് ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ചാച്ചന്റെ എങ്ങനെയാണ്, ചാച്ചന്റെ വീട്ടിലെ ഒരുമാതിരി എല്ലാവരുടെയും തന്നെ ശരിക്കും ചാച്ചന്റെ അമ്മയുടെ വീട്ടുകാരുടെ ഫേസ് കട്ടാണ്. മമ്മിയുടെ ചാച്ചന്റെ വീട്ടുകാരുടെ ഷേപ്പാണ് കേട്ടോ. അങ്ങോട്ട് വിട്ടു പോകുന്നുണ്ടേ. ഏത് കാർട്ടൂണിൽ എന്തൊരു സംഭവം കണ്ടോ അത് എടുക്കാൻ പോകുന്നതാണ് കേട്ടോ. ഇതിനകത്തുള്ള എന്തൊരു സാധനം എടുക്കണം. അവൾ എന്നെ എടുക്കണം. അതെന്നെ വേറെ എടുത്തേക്കുന്നേ മിറയുടെ കയ്യിലെന്നാ? ഓ പിഗ്, ഇത് കണ്ടോ, പിഗിനെ എടുത്തോണ്ട് കണ്ടോ, മൂക്ക് അങ്ങനെ ഇരിക്കുന്ന കണ്ടോ അതിന്റെ. ഇവളാളാര സാധനം ഏത് പാട്ടിനകത്ത് ഏത് കണ്ടാലും അത് അന്നേരം ഓടിപ്പെടുത്തോണ്ട് വരും കേട്ടോ. ആട് കണ്ട അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം മേൽക്കോട്ടം എടുത്തോണ്ട് വരും. ഇപ്പൊ ഇതിന്റെ മൂക്കിരിക്കുന്ന കണ്ടോ, ഇതിന്റെ മൂക്കിരിക്കുന്നത് കണ്ടിട്ട് അതേ മൂക്കുള്ള സാധനമാണ് കേട്ടോ ഈ കാർട്ടൂണിലുള്ളത്. അതുകൊണ്ടാണ് മേൽക്കോട്ടൻ അത് ഓടിപ്പോ എടുത്തോണ്ട് വന്നു. നിന്റെ കുസൃതി കഥയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ എല്ലാവരോടും. കുസൃതി കുടുക്കായി വരുവാണ് കേട്ടോ മെറക്കുട്ടൻ. അമ്മ അടുത്ത ചോദ്യം അനി അശോകാണ് ചോദിച്ചിരിക്കുന്നത്. മെറക്കുട്ടിയെ എടുക്കാൻ തോന്നുവാണ്, അവളുടെ കളി കാണാൻ എന്തൊരു രസമാ. റീവൂട്ടൻ പാവമാണ്. ജിജി ചാച്ചൻ സുഖമല്ലേ? ചാച്ചൻ മരുമകളോട് എന്ത് ഇഷ്ടമാ അല്ലേ? അവസുക്കുട്ട നീ പൊളിയാണ് മോനെ. നിമിഷ പാട്ട് സൂപ്പർ. വലിയൊരു മെസ്സേജാണ് കേട്ടോ. താങ്ക് യു അനി. എല്ലാത്തിനും ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവരെയും പ്രത്യേകം ഒക്കെ അന്വേഷിച്ചിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കണം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കണം. കുസൃതി ഇത് കൊടുക്കാതെ ഇവിടെ ഇങ്ങനെ ഓടി കളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വഴക്ക് കൂടുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ചാച്ചന് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്, നിമിഷം സുഖമായിട്ടിരിക്കുന്നത്, റീവോട്ടറിന് സുഖമായിട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു റെസിപ്പി റിക്വസ്റ്റ് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ജയ രവീന്ദ്രനാണ് ചോദിച്ചിരിക്കുന്നത്. ബീറ്റ്റൂട്ട് പച്ചടിയുടെ വീഡിയോ ഇടണം ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും ഇടാം കേട്ടോ. ഉറപ്പായിട്ടും ഇടാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ്. എല്ലാം ഒന്നാമത് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എന്നെ ഉണ്ടാക്കിയാലും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറികളെ ഉണ്ടാക്കുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, എന്നാൽ അതിന് നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. എനിക്ക് അതുകൊണ്ട് നിങ്ങളെ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കി കാണിക്കാം. ഉണ്ടാക്കണം. അടുത്ത ദിവസം തന്നെ, ഈ അടുത്ത ആഴ്ച നമുക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ ഉറപ്പായിട്ടും. ലൂസി ജേക്കബ് വെച്ചിരിക്കുന്നത് നിമിഷ ഹെയർ ഒന്ന് കെട്ടിവെച്ചൂടെ എന്ന്. നിമിഷയ്ക്ക് സ്ഥിരം വരുന്നത് അവനാണ്. കെട്ടി വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് സത്യത്തിൽ നിമിഷ മുടി അഴിച്ചിടുന്നത് എനിക്ക് ഇഷ്ടമാണ്. കെട്ടിവെച്ചും ഓരോ പ്രാവശ്യം ഓരോ രീതിയിൽ നടക്കാറുണ്ട്. എപ്പോഴും കെട്ടി വെക്കുമ്പോൾ ഞാൻ പറയും നിമിഷം അഴിച്ചിട്ട് കിടക്കാം, ഇടയ്ക്കൊന്ന് അഴിച്ചിടാൻ പറയും. കെട്ടി വെക്കും, അഴിച്ചുവിടും, എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. നിമിഷയുടെ സ്ഥിരം വിമർശനങ്ങൾ ഒന്നാണ് കേട്ടോ. നിമിഷം മുടി അഴിച്ചിടുവാണെന്ന് പറയുന്നുണ്ട്. കാരണം റീമോട്ടിനകത്തെ പിടിച്ച് വലിക്കുന്നുണ്ട്, അതായിരിക്കും കാരണം. ജോലിക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അവർക്ക് എന്താണെങ്കിലും കെട്ടി വെക്കണം. വീട്ടിൽ ചിലപ്പോൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ മുടിയൊക്കെ കഴിച്ചു വന്നത് കേട്ടോ. എന്താണെങ്കിലും നിമിഷം ഞാൻ പറയാം അല്ലേ? ഞങ്ങൾ വായിച്ചേടാ, കമന്റ് വായിച്ചായിരുന്നു, ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു. അന്നേരം നിമിഷം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കെട്ടി വെക്കാറുണ്ട്, അഴിച്ചു വിടാറുണ്ട് കേട്ടോ. എല്ലാ രീതിയിലും നടക്കാൻ എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ടല്ലോ. സത്യം, നിമിഷയുടെ ഇഷ്ടം അല്ലേ അമ്മ? അമ്മ വേറെ കാര്യം, ഇന്ന് പാട്ട് പാടാൻ നിമിഷമില്ല വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട്. അമ്മ പാട്ട് പാടി വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഞാനല്ല, മോന്. എന്റെ കഴിഞ്ഞു, നിമിഷയുടെ കഴിഞ്ഞു, ഇനി എന്റെ മോൻ പാട്ട് പാടി. എന്റെ പൊന്നോ, എന്നാ പിന്നെ ഇന്ന് പാട്ടില്ല, ഇത് പാട്ടില്ല. നിമിഷനോട് നാളെ ഓണപ്പരിപാടിക്ക് പാട്ടൊക്കെ പാടണമെന്നൊക്കെ പറഞ്ഞോണ്ടിരിപ്പോ കേട്ടോ. ഓഹ്, അത് നമുക്ക് പറ്റത്തില്ല കേട്ടോ. നമ്മുടെ മെറക്കോട്ടിനെ കൊണ്ട് തൽക്കാലം ഒരു പാട്ട് പാടിച്ചാലോ? മെറക്കോട്ടാ
എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് പാടി കൊടുത്താവോ? ആ അവളങ്ങ് പാടത്തില്ല അമ്മ. നമുക്ക് നമ്മുടെ അതെ അവളോട് എന്തെങ്കിലും വഴക്ക് കൊടുക്കുകയൊക്കെ ചെയ്യണേ ഞങ്ങൾ മൊബൈൽ എടുത്ത് ചുമ്മാ ഇതുപോലെ കൊണ്ടുവരുവേ വീഡിയോ പിടിക്കാം, വീഡിയോ പിടിക്കുക, കരയുന്ന വീഡിയോ പിടിക്കുക, അന്നേരം അവള് നിർത്തുട്ടോ. അന്നേരം കരച്ചിലാണ് കേട്ടോ. എന്നാണേലും എന്തേ നിമിഷം വരും തോന്നുന്നില്ല കേട്ടോ. സമയം 8:15 എനിക്ക് തന്നെ നമ്മൾ കൂടുതൽ സമയം എടുക്കുമെന്ന് തോന്നുന്നു. ഭയങ്കര പ്രാക്ടീസ് ആണല്ലോ. നാളെ തകർക്കും തോന്നുന്നല്ലോ. നാളെ തകർക്കും തോന്നുന്നു കേട്ടോ. ഭയങ്കര കലശലായ പ്രാക്ടീസാണ്. ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാണ് കേട്ടോ. എന്നാണേലും എന്തേ ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഞങ്ങളിത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അമ്മ. കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരുന്നതാണ്. അതെ, ഇന്ന് എല്ലാവരും വീഡിയോ ഇടണം. ഒരിക്കലും വീഡിയോ മുടക്കരുത് നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ മുടക്കാതെ വീഡിയോ ഇടുന്നത്. എന്താണേലും ഈ കുഞ്ഞു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് എഴുതണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറക്കരുത് അല്ലേ. നാളെ ഞങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അമ്മേക്കോട്ടെ എല്ലാവർക്കും ബൈ പറഞ്ഞേ. ബൈ. ശരി അമ്മ, ഓക്കെ ബൈ. ഓക്കെ.